രഘുവേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല അമ്പിളി. എനിക്കും. അല്ല, രഘുവേട്ടൻ ഇപ്പോ എന്ത് ജോലി കണ്ടെത്തുന്നല്ലേ ആലോചിക്കുന്നേ? സച്ചി സാറിനെ പോയി കണ്ടാലോന്ന് വിചാരിക്കാം. കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോയപ്പോഴാ സച്ചി സാറിന്റെ കമ്പനിയിലെ ജോലി വിട്ടത്. വീണ്ടും സച്ചി സാറിന്റെ അടുത്തേക്ക് തന്നെ പോണോ രഘുവേട്ട? വലിയ അഹങ്കാരത്തില് അവിടുത്തെ ജോലി ഇട്ടെറിഞ്ഞു പോയിട്ട് വീണ്ടും അവരുടെ കാല് പിടിക്കാൻ പോകുന്നത് നാണക്കേടല്ലേ? അതിലെനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നുന്നില്ല അമ്പിളി. സച്ചി സാറിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിലൊരു അന്തസ്സുണ്ട്. വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കുന്നോ, ജോലി എന്തായിരിക്കുന്നോ ഒന്നും അറിയില്ല. അത് ശരിയാ. പറയുമ്പോ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാന്നൊക്കെ പറയാം. പക്ഷേ ഇനി രഘുവേട്ടൻ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ജോലിക്ക് പോകുന്നതിനോട് എനിക്കും യോജിക്കാൻ പറ്റില്ല. നമ്മുടെ ലച്ചുമോള് വളർന്നു വരിക. അവളെ ഇനി സ്കൂളിലൊക്കെ ചേർക്കുമ്പോ അച്ഛന്റെ ജോലി എന്താന്നൊക്കെ ചോദിക്കും. ബാക്കിയുള്ള കുട്ടികൾക്ക് മുമ്പില് നമ്മുടെ മോൾക്കൊരു വില ഉണ്ടാവണമെങ്കിൽ അവളുടെ അച്ഛന് നല്ലൊരു ജോലി തന്നെ വേണം. നീ പറയാറുള്ളത് പോലെ നമ്മുടെ മോക്ക് നമ്മളെപ്പോലെ തന്നെ ഭാഗ്യം കുറവാമ്പിളി. അവൾക്ക് യോഗം ഉണ്ടായിരുന്നെങ്കിലേ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങേണ്ട പണം നമുക്ക് കിട്ടേണ്ടതായിരുന്നില്ലേ? നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയോ ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് രഘുവേട്ട. നാളെ നിങ്ങൾ ജോലി അന്വേഷിച്ചു പോകുമ്പോ ഞാനും കൂടെ വരാം. മോളെ നോക്കാൻ സരോജിനി ആന്റി ഇവിടെ ഉണ്ടല്ലോ. അല്ല, അതിനിപ്പോ നീ എന്തിനാ വരുന്നേ? ദോഷവും തടസ്സവും മാറ്റുന്ന വല്ല മന്ത്രവാദിയും കാണാനാണോ? മന്ത്രവാദിയെ കാണാനൊന്നുമല്ല. എനിക്കെന്തായാലും പാർവതി കുഞ്ഞമ്മയെ ഒന്ന് കാണണം. നമ്മുടെ അവസാന വഴിയും അടഞ്ഞു എന്ന് കുഞ്ഞമ്മയോട് എനിക്കൊന്ന് പറയണം. അതിന്റെ ആവശ്യമുണ്ടോ അമ്പിളി? അവരെ കൊണ്ടോ ആ തറവാടിനെ കൊണ്ടോ എനിക്കോ നിനക്കോ നമ്മുടെ മോക്കോ ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷേ 1 കോടി രൂപയും 101 പവൻ സ്വർണവും അവർ ഈ വീട്ടിൽ കൊണ്ടുവന്ന് തന്നില്ലേ രഘുവേട്ട? അത് നമുക്ക് ഗുണം ചെയ്യാത്തത് നമ്മുടെ യോഗം. എന്നോടെന്തോ കുഞ്ഞമ്മയ്ക്കൊരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കുഞ്ഞമ്മ രഘുവേട്ടനെ ജോലിക്ക് വേണ്ടി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായാലോ? ഞാൻ സിംഗപ്പൂർ പോയിട്ട് അവിടെ എന്ത് ജോലി ചെയ്യാൻ അമ്പിളി? പുറത്തുപോയി എന്ത് ജോലി ചെയ്താൽ എന്താ രഘുവേട്ട? കാശുണ്ടാക്കിയ പോരെ? മഞ്ചാടിയെ പഠിപ്പിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ തന്നെ കുഞ്ഞമ്മ സമ്മതിച്ചതല്ലേ? അവള് പോവാത്ത സ്ഥിതിക്ക് രഘുവേട്ടനെങ്കിലും രക്ഷപ്പെടുത്താന്ന് കുഞ്ഞമ്മയ്ക്ക് തോന്നിക്കൂടാന്നില്ല. അതൊന്നും നടക്കില്ല അമ്പിളി. നീ വെറുതെ ചോദിച്ച് നാണം കണ്ട. ഞാനങ്ങനെ തുറന്നൊന്നും ചോദിക്കില്ല രഘുവേട്ട. എനിക്കറിയില്ലേ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എന്തായാലും നാളെ രഘുവേട്ടൻ പോകുമ്പോ ഞാനും കൂടെ വരാം. പ്ലീസ് വേണ്ടെന്ന് പറയല്ലേ? ശരി, എന്നാ കിടക്കാം. അത് രാവിലെ എഴുന്നേക്കണ്ടല്ലേ? പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മനസ്സിന്റെ ആദ്യമൊന്നും കുറഞ്ഞില്ലേ അമ്പിളി? കുഞ്ഞുമ്മയുടെ അടുത്തെല്ലാം പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിന്റെ പകുതി ഭാരം കുറഞ്ഞതുപോലെയാ. രഘുവിന്റെ അമ്പിളിയുടെയും ജീവിതത്തില് നല്ലതൊന്നും സംഭവിക്കുന്നില്ല ചെറിയച്ച. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഒരു തടസ്സമാണെന്നേ.
പൂർവിക ശാപം ഇപ്പോഴും മാറിയിട്ടില്ല. അതിനുവേണ്ട പ്രായശ്ചിത്തങ്ങളൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടുമില്ല. ഇപ്പൊ നമ്മളൊക്കെ സ്നേഹത്തിലാണെങ്കിലും പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. കല്യാശ്ശേരി തറവാട്ടിലെ ഒരു പെണ്ണിനെ അനന്തം വിളിച്ചിറക്കിക്കൊണ്ടുപോയപ്പോ പൂർവികർ പാരമ്പര്യമായി ഉണ്ടാക്കി വെച്ച പേരിനും പ്രശസ്തിക്കുമാ കളങ്കം തട്ടിയത്. അന്നിവിടെ ജീവിച്ചിരുന്നവർ മാത്രമല്ല, മൺമറഞ്ഞ പൂർവികരുടെ ആത്മാക്കൾ പോലും അനന്തനെ ശപിച്ചു കാണും. അവനുള്ള ആദ്യത്തെ ശിക്ഷയായ 5 പെൺമക്കളെ നൽകിക്കൊണ്ട് ലക്ഷ്മി അനന്തനെ വിട്ടുപോയത്. കല്യാശ്ശേരി തറവാട് ഒരു പെണ്ണിനെ ഓർത്ത കരഞ്ഞതെങ്കിൽ അനന്തൻ 5 പെൺമക്കളെ ഓർത്ത് കരയിക്കും. അതാണ് ഇവിടുത്തെ പാരമ്പര്യത്തിന്റെ ശക്തി. ഈശ്വര, ഇതിനൊന്നും ഒരു പരിഹാരമില്ല കുഞ്ഞമ്മേ. പരിഹാരമില്ലാത്ത പാപങ്ങളൊന്നുമില്ല അമ്പിളി. പക്ഷെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അനന്തേട്ടന് അതിലൊന്നും വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അച്ഛൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ മകളും കൂടിയാണല്ലോ അനുഭവിക്കുന്നത്. തലമുറകളായി ഈ കഷ്ടനഷ്ടങ്ങൾ തുടരുകയും ചെയ്യും. അതുകൊണ്ട് അവനവന് രക്ഷപ്പെടാനുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ മക്കൾക്കും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ ഗതി എന്റെ മകൾക്ക് വരരുത്. അമ്പിളി തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്ന കർമ്മങ്ങൾ ചെയ്താൽ മതി. ഇപ്പോഴുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറി അമ്പിളിയും രഘുവും കുഞ്ഞും ഉയർന്ന നിലയിലെത്തും. എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു കൊടുക്കണം ചെറിയച്ച. ഇവളെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. അത് കാണുമ്പോ ബാക്കിയുള്ളവർക്കും വിശ്വാസം വരും. അവരും ചെറിയച്ഛന്റെ മുമ്പിൽ വന്ന് കുമ്പിടും. എന്റെ മുമ്പിലല്ല, ഈ കാവിലെ മൂർത്തികളുടെ മുമ്പിൽ. കല്യാശ്ശേരിയിലെ പൂർവികർ പൂജിച്ചാരാധിച്ച ഈ ശക്തികളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇനി അനന്തരം മക്കൾക്കും നിലനിൽപ്പൂ.